നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകാൻ സിമ്പിൾ സ്പിരിച്വൽ ഫീൽസ് മാത്രം മതിയെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി? സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു റിലീജിയൻ അല്ല, ഇറ്റ്സ് എ പേഴ്സണൽ ജേർണി. നമ്മൾ നമ്മളെ മനസ്സിലാക്കാനും നമ്മുടെ ഇന്നർ പീസ് കണ്ടെത്താനും ഉള്ളൊരു സ്പേസ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിനെ പറ്റി ഭയങ്കര ഡീപ്പായിട്ട് ചിന്തിക്കുമല്ലേ? ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് സ്പിരിച്വാലിറ്റി. വൈ സ്പിരിച്വാലിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്? നമ്മുടെ ലൈഫിൽ സ്ട്രെസ്, ആൻസിറ്റി, ഓവർ തിങ്ക് ഇതൊക്കെ കോമൺ ആണ്. സ്പിരിച്വാലിറ്റി നമ്മൾ എന്ത് ചെയ്യും? കാമാക്കാനും മൈൻഡ് ക്ലിയർ ആക്കാനും ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പാനിക് ആകുന്നതിന് പകരം കാമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നത്, ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി ഗ്രോത്ത്. ഇനി ഓരോരോ സ്റ്റെപ്സ് പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് സെൽഫ് അവെയർനെസ്. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് ഫീൽ ചെയ്യുന്നത്, അതാദ്യം മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് സാഡ് ആണെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യുന്നതിന് പകരം എനിക്കിപ്പോൾ സാഡാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് സെൽഫ് അവെയർനെസ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് പോസിറ്റീവ് തിങ്കിങ് ആൻഡ് എനർജി. നമ്മളുടെ തോട്ട്സ് തന്നെയാണ് നമ്മളുടെ എനർജിയെ ജനറേറ്റ് ചെയ്യുന്നത്. സോ ഓൾവേസ് ട്രൈ ടു മെയിൻറ്റെയിൻ പോസിറ്റീവ് തിങ്കിങ്. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നതിന് പകരം, അതായത് ചിന്തിക്കുന്നതിന് പകരം ഐ ക്യാൻ ട്രൈ എന്ന് ചിന്തിക്കുന്നത് തമ്മിൽ വലിയൊരു ഡിഫറൻ്റ് ആണുള്ളത്. ദെൻ തേർഡ് സ്റ്റെപ്പ് ഈസ് മെഡിറ്റേഷൻ ആൻഡ് സൈലൻസ്. സ്പിരിച്വാലിറ്റിയിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് മെഡിറ്റേഷൻ. ഈവൻ 5 minutes എങ്കിലും സൈലൻസ് ആയിട്ട് ഇരിക്കുക, നിങ്ങളുടെ മൈൻഡ് എന്ത് ചെയ്യും? റെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഡെയിലി 5 minutes നിങ്ങൾ ശ്വാസത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഒരു പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങുക. അപ്പോഴത്തേക്കും നിങ്ങളുടെ മൈൻഡ് കാം ആവാനായിട്ട് തുടങ്ങും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ലെറ്റിംഗ് ഗോ. സ്പിരിച്വാലിറ്റി നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെ ലെറ്റിംഗ് ഗോയാണ്. നമ്മളെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പിടിച്ചു നിർത്തേണ്ടതല്ല. ഫോർ എക്സാമ്പിൾ, പാസ്റ്റ് മിസ്റ്റേക്സ് അല്ലെങ്കിൽ ആരുടെയെങ്കിലും വേർഡ്സ് നമ്മളെ ഡിസ്റ്റർബ് ആയിരിക്കാം. അത് നമ്മുടെ ഡെയിലി ലൈഫിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. അത് വിട്ടുകളയാൻ പഠിക്കുന്നത്, ദാറ്റ് ഈസ് ഗ്രോത്ത്. അപ്പോഴാണ് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാകുന്നത്. പ്രസൻറ്റിനും ഫ്യൂച്ചറിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോഴാണ് നമുക്കൊരു ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഗ്രാറ്റിറ്റ്യൂഡ്. സിമ്പിളാണ്, ബട്ട് നല്ല പവർഫുള്ളാണ്. നമ്മൾ മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ തന്നെ താങ്ക് യു ഫോർ ദ ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ജനറേറ്റ് ചെയ്ത് കൊണ്ട് തന്നെ ആ ഒരു ഡേ തുടങ്ങുന്നത്. ഇനി കുറച്ച് വിംസിക്കലായിട്ടുള്ള സ്പിരിച്വാലിറ്റി ഫീൽഡ്സിനെ പറ്റി നോക്കാം. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ പലവർക്കും അതൊരു സീരിയസ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് പോലെ തോന്നും. അല്പം വിംസിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലൈഫ് ഇറ്റ് സെൽഫ് ഒരു ക്യൂട്ട് മാജിക് പോലെ തോന്നും. ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ തോട്ട്സ് എല്ലാം ചെറിയ ചെറിയ ഫയർഫ്ലൈസ് പോലെയാണ്, അതായത് മിന്നാമിനുങ്ങൾ പോലെയാണ്. അവ ഡാർക്ക് ആവുന്ന ടൈമിൽ എന്ത് ചെയ്യും? കൂടുതലായിട്ട് ഗ്ലോ ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുമ്പോൾ തന്നെയാണ് ക്ലാരിറ്റി സ്ലോലി വരുന്നത്. യൂണിവേഴ്സ് ഒരു ഇൻവിസിബിൾ ബസ് ഫ്രണ്ട് പോലെയാണ്. നിങ്ങൾ ക്ലൗഡായി പറയാത്ത വിഷസ് പോലും അത് കേൾക്കും. സംടൈംസ് ഡിലേ ചെയ്യും, ബട്ട് ഇഗ്നോർ ചെയ്യില്ല. നിങ്ങളുടെ ലൈഫ് ഒരു ഗാർഡൻ പോലെയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവേഴ്സ് ബ്ലൂം ചെയ്യും, ബട്ട് കംപ്ലൈൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ബീഡ്സ് വരും. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിളാണ് ഇമോഷൻസ് വേവ്സ് പോലെയാണ്. നമ്മൾ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് ശക്തമായിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കും. ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അത് കാമായിട്ട് പോകും. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ഇറ്റ്സ് അബൌട്ട് സ്മോൾ ചേഞ്ചസ് ഇൻ യുവർ ഡെയിലി ലൈഫ്.